നമസ്കാരം. ഇറാൻ അമേരിക്ക സമാധാന ചർച്ച നിർണായക ഘട്ടത്തിലെത്തി നിൽക്കവേ എല്ലാം തകർത്തത് നെതന്യാഹുവിൻ്റെ ഫോൺ കോളോ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ഫോണിൽ വിളിച്ചതാണ് ചർച്ചകൾ തകരാൻ കാരണമെന്നാണ് ഇറാൻ്റെ ആരോപണം. ഇസ്ലാമാബാദിൽ 21 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഒരു ഉടമ്പടിയിലെത്താൻ കഴിയാതെ വാൻസ് മടങ്ങിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്ചി എക്സിലൂടെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. ചർച്ചയ്ക്കിടെ നെതന്യാഹു വാൻസിനെ വിളിച്ചത് അമേരിക്ക ഇറാൻ ചർച്ചകളുടെ ശ്രദ്ധ ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങളിലേക്ക് മാറാൻ കാരണമായി എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. നെതന്യാഹു ചർച്ചയ്ക്കിടെ വാൻസിനെ ഫോണിൽ വിളിച്ചത് അമേരിക്ക ഇറാൻ ചർച്ചകളുടെ ശ്രദ്ധ ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങളിലേക്ക് മാറാൻ കാരണമായി. യുദ്ധത്തിലൂടെ നേടാൻ കഴിയാത്തത് ചർച്ചാ മേശയിലൂടെ നേടിയെടുക്കാനാണ് അമേരിക്ക ശ്രമിച്ചതെന്നും അദ്ദേഹം കുറിച്ചു. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ചർച്ചകളിൽ ഇറാൻ നല്ല വിശ്വാസത്തോടെയാണ് പങ്കെടുത്തതെന്നും അദ്ദേഹം പ്രതികരിച്ചു. വാൻസ് മടങ്ങിയതിനു മുൻപ് നടത്തിയ വാർത്താ സമ്മേളനം അനാവശ്യമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ ഇറാൻ എപ്പോഴും സന്നദ്ധമാണെന്നും അതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെതന്യാഹുവിൻ്റെ ഫോൺ വിളിയെക്കുറിച്ച് US ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ മാസം ആദ്യമുണ്ടാക്കിയ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ 9 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ചർച്ചകൾ പരാജയപ്പെടുന്നത്. നിലവിലെ വെടിനിർത്തൽ തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ചർച്ചയിലെ അമേരിക്കയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നായിരുന്നു ഇറാന്റെ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്തിലാവുകയും ചർച്ച പരാജയപ്പെട്ടതിനും ഇരു രാജ്യങ്ങളും പരസ്പരം പഴിചാരുകയാണ്. വാഷിംഗ്ടണിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെന്ന് അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. തങ്ങൾ മുന്നോട്ട് വെച്ചത് അവസാനത്തെയും മികച്ചതുമായ ഒരു വാഗ്ദാനമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ ലളിതമായ ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഇതാണ് ഞങ്ങളുടെ അവസാനത്തേതും ഏറ്റവും മികച്ചതുമായ ഓഫർ. ഇറാൻ ഇത് സ്വീകരിക്കുമെന്ന് നമുക്ക് നോക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ചർച്ചകൾ പരാജയപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ മോഹങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിനാലാണ് ചർച്ചകൾ പരാജയപ്പെട്ടതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. എന്നാൽ ചർച്ചകൾ തകരാൻ കാരണം പുറത്തുനിന്നുള്ള ഇടപെടലാണെന്നാണ് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചർച്ചകൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാൻസിനെ ഫോണിൽ വിളിച്ചതാണ് പുരോഗതിയെ അട്ടിമറിച്ചതെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. അതേസമയം ഇറാനെതിരായ സൈനിക നീക്കത്തിൽ അമേരിക്ക കടുത്ത പ്രതിസന്ധിയിലാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ബോംബിങ്ങിന് തിരിച്ചടിയായി ഇറാൻ ഹോർമുസ് കടലെടുക്ക് ഉപരോധിച്ചതോടെ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ബലപ്രയോഗത്തിലൂടെ കടലെടുക്ക് തുറക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അത് വലിയ ജീവഹാനിക്കും ആഗോള പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കുമെന്ന് ഡെയിലി മെയിൽ ലേഖകൻ ക്രിസ് പ്ലസൻസ് വിലയിരുത്തുന്നു. ഡെയിലി മെയിലിൻ്റെ വാർ ഓൺ ടേപ്പ് എന്ന പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ഹോർമുസ് കടലെടുക്ക് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് മുന്നിലുള്ള സൈനിക വഴികളെക്കുറിച്ചും അത്തരമൊരു നീക്കം വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത് എങ്ങനെയെന്നും അദ്ദേഹം വിശദീകരിച്ചു. ചർച്ചകൾ പാളിയതിന് തൊട്ടു പിന്നാലെ ആഗോള എണ്ണ വിപണിയെ ഉലയ്ക്കുന്ന നിർണായക നീക്കവും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലെടുക്കിൽ നാവിക ഉപരോധം ഏർപ്പെടുത്താൻ അദ്ദേഹം ഉത്തരവിട്ടു. ഹോർമുസിലൂടെ പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ ആയ എല്ലാ കപ്പലുകളും US നാവികസേന തടയും. ഇറാന് നിയമവിരുദ്ധമായ ടോൾ നൽകുന്ന കപ്പലുകളെ കടത്തിവിടില്ലെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിരുന്നു. കടലെടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നടപടി തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ സൈനിക കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായാൽ ഇറാനെ നരകത്തിലേക്ക് അയക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു.